അസ്സലാമലൈക്കും. ഇന്നത്തെ സ്പെഷ്യൽ സാധാരണയായി നമ്മൾ ഉണ്ടാക്കുന്ന ചിക്കൻ കറികളിൽ നിന്നും വ്യത്യസ്തമായ ഒരു ചിക്കൻ കറിയാണ്. നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ റോയൽ ടച്ചുള്ള ക്രീമി ടെക്സ്ചറിലുള്ള മഹാറാണി ചിക്കൻ ഗ്രേവി. മഹാറാണി ചിക്കൻ കറി ഉണ്ടാക്കുന്നതിന് വേണ്ടി സ്പെഷ്യൽ ആയിട്ടൊരു മസാലക്കൂട്ട് തയ്യാറാക്കാനുണ്ട്. ആ കൂട്ട് തയ്യാറാക്കുന്നതിനായി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്കായിട്ട് 15 ബദാം, 15 അണ്ടിപ്പരിപ്പും ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. കളർ മാറി വന്നാൽ ഇതിലേക്കായിട്ട് ഒരു ടീസ്പൂൺ മല്ലി, ഒരു ടീസ്പൂൺ വലിയ ജീരകം, ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതിന്റെ കൂടെ തന്നെ 3 ഏലക്ക, 5 ഗ്രാമ്പു, ഒരു കഷ്ണം പട്ട, ഒരു ജാതിപത്രിന്റെ ഒരു കഷ്ണം ഇതൊന്ന് ചൂടാക്കി എടുക്കുക. ഇത് നല്ലപോലെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്കായിട്ട് ഒരു ജാതിക്കയുടെ പകുതി അതൊന്ന് ചതച്ചിട്ട് ആ പകുതിയും ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ കൂടെ തന്നെ നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഒടുവിലായി ചേർക്കുന്നത് 1.5 ടീസ്പൂൺ കസൂരി മേത്തിയാണ്. അതും ചേർത്ത് നല്ലപോലെ കസൂരി മേത്തി പൊടിഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ലപോലെ ഒന്ന് ചൂടായി കിട്ടണം കേട്ടോ. അപ്പൊ അതിനുള്ള ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊരു പാത്രത്തിലേക്കായിട്ട് മാറ്റി വെക്കുക ചൂടാറുന്നതിന് വേണ്ടി. ശേഷം ഇതിലേക്കായിട്ട് 4 വറ്റൽമുളക് കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനുണ്ട്. വറ്റൽമുളകല്ല, കാശ്മീരി മുളക്. ആ മുളകും നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം നേരത്തെ ചൂടാക്കി മാറ്റി വെച്ച സ്പൈസസ് ഉണ്ടല്ലോ, ആ പാത്രത്തിലേക്ക് തന്നെ ഇതും മാറ്റി കൊടുക്കുക. ഇത് അവിടെ ഇരിക്കട്ടെ, ചൂടാറട്ടെ. ആ സമയമാകുമ്പോഴേക്കും നമുക്ക് ചിക്കനിൽ മസാല തേച്ച് കൊടുക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3/4 കിലോ ചിക്കനാണ്. ഈ ചിക്കനിലോട്ട് 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 2 ടീസ്പൂൺ ഫ്രഷ് തൈരും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. കൂടെ തന്നെ കുറച്ച് നാരങ്ങ നീരും കൂടെ ചേർക്കണം കേട്ടോ. ആ ഭാഗം ഇവിടെ വിട്ടുപോയിട്ടുണ്ട്. മുറി നാരങ്ങ നീര് ചേർത്ത് നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കുക. ശേഷം ഇതിനെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. 20 മിനിറ്റ് സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം കേട്ടോ. ഈ സമയം കൊണ്ട് തന്നെ നേരത്തെ ചൂടാക്കി വെച്ചിരുന്ന സ്പൈസസ് ഒക്കെ ചൂട് മാറിയിട്ടുണ്ടാവും. അതൊന്ന് പൊടിച്ചെടുക്കാം. ഇതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നല്ലപോലെ തന്നെ ഒന്ന് പൊടിച്ചെടുക്കുക. ഇതൊരു ബൗളിലേക്ക് മാറ്റി ഇതൊരു സൈഡിലേക്കായിട്ട് മാറ്റി വെക്കുക. 20 മിനിറ്റിന് ശേഷം നമുക്ക് കറി തയ്യാറാക്കാം. അതിനായിട്ട് ഒരു കടായിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഒരു ബേ ലീഫ് ചേർത്ത് അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്കായിട്ട് 4 സവാള കഷ്ണങ്ങളാക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് വലുതല്ല കേട്ടോ, എന്നാൽ നല്ല ചെറുതും അല്ലാത്ത രീതിയിൽ കഷ്ണങ്ങളാക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇത് നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക, ഗോൾഡൻ കളർ ആകുന്നത് വരെ. ഇതാ ഇത്രയും മതി കേട്ടോ. ഇനി നേരത്തെ മസാല തേച്ച് തയ്യാറാക്കി വെച്ച ചിക്കൻ ഉണ്ടല്ലോ, ആ ചിക്കന് ഇതിലേക്കായിട്ട് ചേർത്ത് കൊടുക്കാം. ഈ സവാളയും ചിക്കനുമായിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഞാനിവിടെ എടുത്തിട്ടുള്ളത് അത്യാവശ്യം വലിയ പീസാണ്. ബിരിയാണിക്കൊക്കെ കട്ട് ചെയ്യണം അത്രയും വലുതാണിത്. ഇത്ര തന്നെ വലിപ്പം വേണമെന്നില്ല കേട്ടോ, കുറച്ചും കൂടി ചെറുതാവാം. നല്ലപോലെ വഴറ്റി കൊടുത്ത് ചിക്കനിൽ കളർ മാറ്റം വന്നു തുടങ്ങിയാൽ ഇതിലേക്കായിട്ട് തൈര് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് തൈരാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. തൈര് ചേർക്കുന്നതിന് മുമ്പായിട്ട് തൈര് നല്ലപോലെ കടഞ്ഞെടുക്കണം കേട്ടോ. അതിനുശേഷമാണ് ഇതിലേക്കായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത്. തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് സമയം നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. അടി കട്ടിയുള്ള നല്ലൊരു കടായി എടുക്കുന്നതാണ് ഈ കറി തയ്യാറാക്കുന്നതിന് ഉത്തമം. ഇനി നേരത്തെ വറുത്ത് പൊടിച്ച സ്പൈസസ് ഉണ്ടല്ലോ, ബദാമും കാഷ്യൂനട്ടും ഒക്കെ ചേർന്ന മിശ്രിതം അത് ഇതിലേക്കായിട്ട് ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കണം കേട്ടോ. ഈ പൊടിച്ചു വെച്ച സ്പൈസസ് അല്ലാതെ ഒരു പൊടിയും നമ്മൾ ഇതിലേക്കായിട്ട് ചേർത്ത് കൊടുക്കുന്നില്ല. നല്ലപോലെ തന്നെ 2 മിനിറ്റ് സമയം ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. ശേഷം ഇതിലേക്കായിട്ട് നല്ല ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. 2 കപ്പ് വെള്ളം ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം 1 കപ്പ് ഒഴിച്ചു കൊടുക്കുക, നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. വീണ്ടും 1 കപ്പും കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇത് മൂടി വെച്ചാണ് വേവിക്കേണ്ടത്. അതിന് മുമ്പായിട്ട് ഇത് നല്ലപോലെ തിളച്ചിരിക്കണം കേട്ടോ. തിളച്ചതിന് ശേഷമാണ് മൂടി വെച്ച് വേവിക്കേണ്ടത്. നന്നായി തിളച്ചതിന് ശേഷം ഇനി മൂടി വെച്ച് വേവിക്കാം 20 മിനിറ്റ് സമയം. ഈ സമയത്തിനകത്തായിട്ട് പല തവണകളായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. ഈ 20 മിനിറ്റ് ആകുമ്പോഴേക്കും ഈ കറിയുടെ പൂർണ്ണ രൂപത്തിലേക്ക് എത്തിയിട്ടുണ്ടാവും. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്കായിട്ട് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാനുണ്ട്. 1/2 കപ്പ് ഫ്രഷ് ക്രീമാണ് ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത്.
ഫ്രഷ് ക്രീം ഒഴിച്ച് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഫ്രഷ് ക്രീം ഒഴിച്ച് 2-3 മിനിറ്റ് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുമ്പോഴേക്കും തിക്കായിട്ടുള്ള ക്രീമി ആയിട്ടുള്ള നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ മഹാറാണി ചിക്കൻ ഗ്രേവി തയ്യാറായി കഴിഞ്ഞു. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. വെറുതെ പറയുന്നതല്ല, മഹാറാണി എന്ന പേര് അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്ക്. കഴിയുമെങ്കിൽ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഏറ്റവും ഒടുവിലായിട്ട് ഈ കറിക്ക് മുകളിലായി കുറച്ച് പുതിനയില കഷ്ണങ്ങളാക്കിയതും കൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഉഷാറായി. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ. അസ്സലാമു അലൈക്കും.